ഹലോ ആൻഡ് വെൽക്കം ടു ഹാപ്പി സ്കൂൾസ് മോം ഫാക്ടർ. ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത് നിസ ഷമീം ആൻഡ് ഇഷാൻ, India's youngest MTB freestyler. ആൻഡ് Orhan, Kerala's youngest parkourer. അപ്പോൾ സോ വി ഹാവ് ദീസ് അമേസിംഗ് പീപ്പിൾ ജോയിനിങ് അസ് ടുഡേ. അപ്പോൾ ഇവരെ പറ്റി നിങ്ങൾക്ക് അറിയായിരിക്കും, യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെ മില്യൺസ് ഒക്കെ അടിച്ച റീൽസ്, അഡ്വെഞ്ചർ റീൽസ് ഒക്കെ ചെയ്തിട്ടാണ് ഇവർ ഫേമസ് ആയത് അല്ലേ? ഓൾസോ ഓൾ റൗണ്ടേഴ്സ് ആണ്. ദേ ഹാവ് ഓൾസോ ആക്ടഡ് ഇൻ മൂവീസ് അല്ലേ? മൂവീസ്, ആഡ്സ്, അങ്ങനെ കുറേ ഇതിൽ ആക്ട് ചെയ്തിട്ടു. അതുകൂടാതെ റീസെൻ്റ് ആയിട്ട് ഒരു റിയാലിറ്റി ഷോയിലെ എൻ്റെ അമ്മ സൂപ്പർ എന്നുള്ള ടൈറ്റിൽ വിന്നേഴ്സ് കൂടെയാണ് ഇവര്. അപ്പോൾ സോ വെൽക്കം ടു ഐഫേഴ്സ് പോഡ്കാസ്റ്റ്. ഫുൾ അഡ്വെഞ്ചർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ്, ഫുൾ റിസ്ക് ഫാക്ടേഴ്സ് ഒക്കെയാണ് അല്ലേ? ഓക്കെ ഓക്കെ. കൂടാതെ ഇപ്പം ഒർഹാന്റെ റീസെന്റ് ആയിട്ട് ഒരു മൂവി മോസ്കോ ഫിലിം ഫെസ്റ്റിവലിലും സർക്കിട്ട് അല്ലേ? സർക്കിട്ട് എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അതെ അതെ. അപ്പോൾ ഓവറോൾ ഫുൾ ഓൾ റൗണ്ടേഴ്സ് ആണ് അല്ലേ? എല്ലാം ചെയ്യും, സിനിമയും ചെയ്യും, ആക്ട് ചെയ്യും, എല്ലാം ചെയ്യും. ഒന്നും മാറ്റി നിർത്താനില്ല. അപ്പൊ അതിന്റെ എല്ലാത്തിന്റെയും ബാക്കിലുള്ളത് ഉമ്മയായിരിക്കും അല്ലേ? ഉമ്മയും വാപ്പി. ക്യാമറയുടെ ഫ്രണ്ടിൽ വരത്തില്ല, പേടിയാ. ക്യാമറ കാണും ഫാദറും. അപ്പൊ ഉമ്മയായി. അപ്പം ഒരു അമ്മയും മക്കളും ആവുമല്ലോ. ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ചാനലിന്റെ പേര് കിഡി സ്കൂപ്പ് അല്ലേ? ഓക്കെ, നൈസ് നൈസ്. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ നിസയോടാണ്. എങ്ങനെയാണ് ഈ ഒരു കാലഘട്ടത്തിൽ ലൈക്ക് എല്ലാവരും നമ്മുടെ ഈ എന്താ പറയുക ലാപ്ടോപ്സിന്റെ മുമ്പിലും ഈ സ്ക്രീൻസിന്റെ മുമ്പിലുമാണ്. അപ്പൊ എങ്ങനെ കുട്ടികളെ ഈ ഒരു അഡ്വഞ്ചർ സ്പോർട്സിലോട്ട് കൊണ്ടുവന്നു? എങ്ങനെ ഈ സ്കില്ല് ഐഡന്റിഫൈ ചെയ്തത്? നമ്മൾ ബേസിക്കലി നോക്കുവാണെങ്കിൽ എല്ലാ കുട്ടികൾക്കും കളിച്ചുകൊണ്ടിരിക്കാനും ഫോണിൽ കളിക്കാനും തന്നെയാണ് ഇഷ്ടം. അവരുടെ സ്കില്ല് കണ്ടെത്താൻ അവരെ കൊണ്ട് ആ സമയത്ത് പറ്റത്തില്ല. നമ്മൾ എന്താണോ അവരിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അതാണ് അവർക്ക് വരുന്നത്. അങ്ങനെ വെക്കേഷൻ കൊറോണയുടെ ടൈമിൽ ഇവർക്ക് അധികമായിട്ടൊന്നും ചെയ്യാനില്ല. ഫോണിലേക്ക് പോയപ്പോൾ നമ്മൾ ഫോൺ കണ്ട് മടുത്ത് ഒന്നും ചെയ്യാൻ ഓൺലൈൻ ക്ലാസ്സിലും കയറത്തില്ല. നമ്മളിങ്ങനെ ചുമ്മാ ഫോൺ ബോറടിച്ചിട്ട് ചുമ്മാ ചെയ്ത് നോക്കി. അപ്പം നമ്മൾ യൂട്യൂബ് എന്തെങ്കിലും വെറൈറ്റി ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ചെയ്ത് നോക്കി. ഫസ്റ്റ് എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്തേ? ഫസ്റ്റ് ഇങ്ങനെ ചെറിയ സൈക്കിൾ എടുത്തിട്ട് ആദ്യം ഒരു സൈക്കിൾ ഉണ്ട്. അത് ഇപ്പോഴത്തെ സൈക്കിൾ ഒന്നുമല്ല, നമ്മുടെ പഴയ ഹെർക്കുലീസ് തന്നെ. അത് ചെയ്ത് തന്നെ പഠിച്ച് ഇപ്പോഴത് വീട്ടിൽ ഇരിപ്പുണ്ട്. പെയിന്റ് ഒക്കെ അടിച്ച് ഓർമ്മയ്ക്ക് വേണ്ടി വെച്ചേക്കാം. വന്ന വഴി മറക്കരുതല്ലോ. അതെ അതെ, ഡെഫിനറ്റ്ലി. അപ്പോൾ ഈ ഒരു നമ്മളിപ്പം എന്തായാലും നമ്മൾ കുട്ടികൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു ഫിയർ ഫാക്ടർ ഉണ്ടാവില്ലേ, ലൈക്ക് ഒരു അഡ്വെഞ്ചർ ഇത്. അപ്പോൾ അതെങ്ങനെയാണ് ഓവർകം ചെയ്തത്? ലൈക്ക് ഇവരിതിലോട്ട് നമ്മൾ പേടിച്ച് നിന്നാലേ പേടിച്ച് നിൽക്കുകയുള്ളൂ. കാരണം ഞാൻ കുറച്ച് പേടിയുള്ള ആളായിരുന്നു. ഞങ്ങള് ചെയ്യുന്ന കാണാനും ഉമ്മയ്ക്ക് പേടിയായിരുന്നു. ധൈര്യം കൊടുത്തു ഉമ്മയ്ക്ക്. അങ്ങനല്ല, നമ്മളെ അമ്മമാരാവും ആ ഒരു പേടി ഉണ്ടാവും എത്രയായാലും കുഞ്ഞുങ്ങളെ ജയിപ്പിക്കുമ്പോൾ. പക്ഷെ അവര് ചെയ്യാൻ അത് കേപ്പബിൾ ആണെന്ന് മനസ്സിലായപ്പോ പിന്നെ എനിക്ക് പേടിയൊന്നുമില്ല. എടുക്കാൻ പോലും വരത്തില്ല. എനിക്കറിയാം അവർ ഉരുണ്ടെഴുന്നേറ്റ് വന്നോളൂ ആ ഒരു ധൈര്യം. പിന്നെ നമ്മൾ ആസ് മദേഴ്സ് നമ്മളാണല്ലോ അവർക്ക് കുറച്ചുകൂടി ധൈര്യം കൊടുക്കണം. നമ്മൾ വീക്ക് ആകുമ്പോൾ അവരും ഇതാവും. നമ്മൾ കുറച്ചും കൂടി സ്ട്രോങ് ആയി നിന്നാൽ അവരും നമ്മൾ കൊടുക്കുന്ന സ്ട്രെങ്ത് ആണ് കുഞ്ഞുങ്ങൾക്ക് പ്രകടമാകത്തുള്ളൂ. അതിന് നമ്മൾ ഇനിഷ്യേറ്റീവ് എടുത്താൽ എല്ലാം സെറ്റ്. ആദ്യം പേടിയായിരുന്നു ചെയ്യുമ്പോഴൊക്കെ, പക്ഷെ ഒരു വട്ടം ചെയ്ത് കഴിഞ്ഞാൽ പടപടയാന്ന് ഞാൻ ചെയ്യും. ഇവർക്കും ചിലപ്പം ചില ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ ആദ്യം പേടി വരും. ഒരു സാധനം ചെയ്ത് വീണു, അപ്പം അത് ചെയ്യാൻ എനിക്കൊരു പേടിയുണ്ട്. അപ്പം അതൊരു വട്ടം ചെയ്താൽ ഓക്കെ, അത് അതിൻ്റെ ഒരു നാക്ക് കിട്ടിയ അങ്ങനെ ഈ സാധനം അതിൻ്റെ ഒരു പോയാൽ അത് പോയി പേടിയായിരിക്കും. അതൊക്കെ നമ്മൾ ഓവർകം ചെയ്യണം. സ്കൂൾസിൽ അങ്ങനെ എന്തെങ്കിലും ട്രെയിനിങ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ ഫുട്ബോള്, ബാസ്കറ്റ് കുറെ സാധനങ്ങളുണ്ട്. എല്ലാ അത്യാവശ്യം സ്പോർട്സ് ഉള്ള സ്കൂളാണ്. നല്ല നല്ല സ്പോർട്സിനെയും എല്ലാ അക്കാഡമിക്കും എല്ലാം നല്ല ഈക്വൽ ആയിട്ട് കൊണ്ട് നല്ലൊരു സ്കൂളാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ പഠിപ്പിക്കാനും പിന്നെ സ്പോർട്സും എല്ലാം ഉണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ ഇൻഡിവിജ്വലി അറ്റൻഷൻ അങ്ങനെ കിട്ടാറുണ്ട്? ആർട്സും ഉണ്ട്, എല്ലാം ഉണ്ടല്ലേ. ഏറ്റവും ഫേവറേറ്റ് സബ്ജക്റ്റ് എന്താ? സബ്ജക്റ്റ് എൻ്റെ മലയാളം, എൻ്റെ സയൻസ്. 2-3 ദിവസം മുമ്പ് മാത്സ് ആയിരുന്നു. മാത്സ് ഇപ്പോൾ ഈ എക്സാം തുടങ്ങിയപ്പോൾ ഡിവിഷനോ ഈ എക്സാം ഇങ്ങനെ പലതാണ്. മാത്സ് ആവും, സയൻസ് ആവും, പിന്നെ മലയാളം ആവും. പിന്നെ ഈ പരീക്ഷയ്ക്ക് ഏറ്റവും എളുപ്പം മലയാളമായിരുന്നു. പക്ഷെ എൻ്റെ കുഞ്ഞിലെ മുതലേ മാത്സ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ എന്താണെന്ന് അറിയത്തില്ല, എനിക്ക് സയൻസിലോട്ട്. എനിക്ക് മലയാളത്തിൽ 49 മാർക്ക് കിട്ടി.
ഈ വട്ടം. Nice. അപ്പൊ എങ്ങനെയാ, ഞാൻ ചില വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട് ഇവരെങ്ങനെ കളിക്കുന്നത് നടുക്കെടുത്ത് പഠിപ്പിക്കാൻ വീണ്ടും കളിക്കാൻ പോകും, നിങ്ങളോരോ ട്രിക്സും കാര്യങ്ങളൊക്കെ അല്ലെ? അത് റിയൽ ലൈഫിലുണ്ടായ സംഭവമാണോ? അതെ അതെ അതെ, ഇവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞാൽ കളിക്കുന്നത് തന്നെയാ. അതിൽ നിന്ന് പിടിച്ചോണ്ട് വന്ന് ഇരുത്തും, അവന്മാര് പോകും, പിന്നെയും പിടിച്ചോണ്ട് വരും. ആ ഒരു ഇത് എല്ലാവർക്കും പിന്നെ കളിക്കാൻ എല്ലാവരും എന്തോത്തില്ല ഇഷ്ടം. ഇവൻ പഠിക്കത്തൊന്നുമില്ല. ഇവൻ ഒരു 5 മിനിറ്റ് പഠിക്കും, പിന്നെ കുറച്ച് നേരം അങ്ങോട്ട് പോകും, പിന്നെ ഒരു അരമണിക്കൂർ കളിക്കും, പിന്നെ 5 മിനിറ്റ് പഠിക്കും, പിന്നെ 5.5 മണിക്കൂർ കളിക്കും. അപ്പൊ ഇന്നത്തെ കാലത്ത് നീസയ്ക്ക് എന്താ തോന്നുന്നത്, ഒരു സ്കൂൾ സിസ്റ്റത്തിൽ കുറച്ചുകൂടി എന്തൊക്കെയാണ് ഇംപ്രൂവ്മെന്റ്സ് വരേണ്ടത്? ലൈക്ക് നമ്മുടെ ഇങ്ങനത്തെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ എൻകറേജ് ചെയ്യാനും ഓവറോൾ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനും എന്തൊക്കെയായിരിക്കും നല്ലത്? ലൈക്ക് ഇപ്പൊ കൂടുതൽ സ്കൂളുകളും സ്പോർട്സിനും എല്ലാത്തിനും ഒരു അവസരം കൊടുക്കുന്നുണ്ട്. ഇവരുടെ കാര്യം പറഞ്ഞാൽ ഇവർ ആദ്യം പഠിച്ചുകൊണ്ടിരുന്ന സ്കൂളിൽ നിന്ന് ഞങ്ങള് TC ഒക്കെ വാങ്ങിച്ചു പോകുന്നതാണ്. കാരണം അവിടെ ഒന്നും സ്പോർട്സിന് കൊണ്ടുപോയി ഇരുത്തിയ സ്പോർട്സിന്റെ ടൈമിൽ ഗ്രൗണ്ടിൽ ഇരുത്തത്തേ ഉള്ളൂ. അപ്പൊ ഇവർക്ക് അത് പറ്റത്തില്ല. അങ്ങനെ നമ്മൾ ആ സ്കൂളിൽ കുറച്ച് ക്ലാസ് ഒക്കെ ആയിട്ട് അവിടുന്ന് TC വാങ്ങിച്ചു. അവിടെ പിന്നെ മുടി വളർത്താനും സമ്മതിക്കത്തില്ലായിരുന്നു. അതാണല്ലേ, മുടി വളർത്തിയില്ലെങ്കിൽ നമുക്ക് നല്ല ലുക്ക് വരത്തില്ലല്ലോ. ഓ, പക്ഷെ അത് എല്ലാ കുട്ടികളും ചെയ്യുമ്പോഴാണ് ആ ഒരു ഇത് വരുന്നത്. കാരണം എല്ലാവർക്കും ചെയ്യാൻ പറ്റുമ്പോഴാണ്, നമ്മൾ മാത്രം ചെയ്യുമ്പോൾ ബാക്കിയുള്ള പേരൻസിനാണ് ഒരു പ്രശ്നം വരുന്നത്. അപ്പം അതുകൊണ്ടാണ് അവർ ഇഷ്യൂ പറഞ്ഞത്. ഇപ്പം പിന്നെ ഇവിടെ ഇവർ സോഷ്യൽ മീഡിയയിലൊക്കെ നിൽക്കുന്നതുകൊണ്ട് ആ ഒരു ഇഷ്യൂ പേരൻസ് അങ്ങനെ ആക്കാറില്ല. പിന്നെ നമ്മൾ ഞങ്ങൾ പേരൻസായിട്ട് ഞങ്ങൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഇങ്ങനെ ആക്ടിവിറ്റീസും എല്ലാം അക്കാഡമിക്കും എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകുന്നൊരു സ്കൂള് ആ ഒരു രീതിയിലാവണം എന്നാണ്. കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചോണ്ട് മാത്രം ഇരുന്നിട്ട് സത്യം പറഞ്ഞാൽ വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഡെഫിനറ്റ്ലി നമ്മളൊരു കുട്ടികളെന്ന് പറയുമ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് ആണല്ലോ വേണ്ടത്. പഠിപ്പ് മാത്രമല്ല, അതിന്റെ കൂടെ എല്ലാ ആക്ടിവിറ്റീസും ഒത്തുചേർന്നുള്ള ഒരു ഇന്നത്തെ കാലഘട്ടത്തിൽ, സ്പെഷ്യലി ഇപ്പൊ നമ്മൾ വളർന്ന കാലഘട്ടത്തിനേക്കാൾ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ ഡിഫറെന്റ് ആണ്. ബിക്കോസ് കൂടുതൽ AI ഉണ്ട്, കൂടുതൽ ലൈക്ക് ഒരുപാട് സോഴ്സ് ഓഫ് എന്താ പറയാ പല പല ഡിസ്ട്രാക്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മളെ കുട്ടികളെ കറക്റ്റ് ആയിട്ട് ഒന്ന് ഫുൾ ട്രെയിൻ ചെയ്ത് ഒരു ഹോളിസ്റ്റിക് എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറയുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെയും സപ്പോർട്ട് വേണം ഉറപ്പായിട്ടും. പിന്നെ മദേഴ്സിന്റെയും പേരൻസ് അതിന് ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുഞ്ഞുങ്ങളുടെ കൂടെ ഇരിക്കാൻ കുറച്ച് സമയം കണ്ടെത്തിയേ പറ്റത്തുള്ളൂ. അവരിപ്പോൾ ഫോൺ അഡിക്ഷനാന്ന് പറഞ്ഞാൽ അവരെ കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അവരെ വഴക്ക് പറഞ്ഞിട്ടോ കാര്യമില്ല. അതിന് മെയിൻ കാരണം നമ്മൾ തന്നെ ആയിരിക്കും. ചിലപ്പോൾ ഇപ്പം ഞാൻ ഉൾപ്പെടുന്ന ആൾക്കാർ ചെയ്യുന്ന വെച്ചാൽ ഒരു സമയം കിട്ടിയാൽ ചിലപ്പോൾ നമ്മൾ ഫോൺ കൊണ്ട് നിൽക്കും. ഇവർ കാണുന്നത് ഇത് തന്നെയാണ്. അപ്പം അതിൽ നിന്ന് അവരെ ഒന്ന് മാറ്റി അവരുടെ കൂടെ നമ്മളുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ നമ്മുടെ കൂടെയും ആക്ടിവിറ്റീസ് ചെയ്യാമെന്നുള്ളൊരു കണക്ഷൻ വന്നാൽ അതാണ് ഇതിന് മെയിൻ വേണ്ടത്. അപ്പോൾ അവർ കുറച്ച് ആക്ടിവിറ്റീസിലോട്ടൊക്കെ വരും. അതാണ് നമ്മൾ പേരൻസ് അതിന് ഇനിഷ്യേറ്റീവ് എടുക്കണം. അതാണ് വേണ്ടത്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതെ, ഡെഫിനറ്റ്ലി നമ്മളത് എങ്ങനെ ഒരു സിറ്റുവേഷൻ എങ്ങനെ സൊല്യൂഷൻ കണ്ടെത്തുമെന്നാണ് നമ്മൾ നോക്കേണ്ടത് അല്ലേ? അപ്പൊ അതിന് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഞങ്ങൾ എന്തായാലും ഒരു സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞിട്ട് 4 to 6:30 ആ ഒരു ടൈമിൽ ഞങ്ങൾ ഗ്രൗണ്ടിൽ പോകും. ഞങ്ങളുടെ വീടിന്റെ താഴെ തന്നെ ഒരു ഗ്രൗണ്ട് ഉണ്ട്. അവിടെ പോയിട്ട് ആക്ടിവിറ്റീസ് എന്തായാലും എല്ലാ ദിവസവും ഉണ്ട്. അപ്പം അത് തന്നെ കാണുമ്പോൾ ആ സമയത്ത് ഇവർക്ക് സ്കൂളിലെ കാര്യങ്ങൾ നമ്മളുമായിട്ട് ചർച്ച ചെയ്യും. കാരണം ഇവരുമായിട്ടൊരു കോണ്ടാക്ട് നമുക്ക് വേണം എല്ലാ രീതിയിലും. സംസാരിച്ചൊക്കെ തന്നെയല്ലേ ചെയ്യുന്നത്. നല്ല രസമാണ് സമയം. ആ ഒരു വൈബ് ആ ചീപ്പിക്കുമ്പോഴായിരിക്കും സ്കൂളിൽ എന്തെല്ലാം നല്ല നടന്നു പറഞ്ഞു കൊടുക്കുന്നത്, സ്കൂളിൽ എന്തെങ്കിലും അടി ഉണ്ടായെന്ന് പറയുന്നത്. നമുക്കൊരു കണക്ഷൻ വേണം കുട്ടികളുമായിട്ട്. അത് അവർക്കും ഭയങ്കര മെന്റലി സപ്പോർട്ടായിരിക്കും. അവരെ കേൾക്കാൻ നമ്മളുണ്ടെന്നൊരു തോന്നൽ അവരിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു നല്ല കാര്യമായിട്ട് തോന്നാറുള്ളത്. അതെല്ലാവരും ചെയ്താൽ വർക്കാവുന്ന കാര്യമാണ്. കാരണം അവർക്ക് അവരുടെ കൂടെ നമ്മളുണ്ട്. അതൊരു നല്ല കാര്യമാണ്. അതുപോലെ ഇപ്പൊ നമുക്കറിയാം, ഒരു വീഡിയോന്റെ ബാക്കിൽ നിങ്ങൾ ഒരു മിനിറ്റത്തെ ക്ലിപ്പ് ആയിരിക്കും, പക്ഷെ ഒരുപാട് റീടേക്സ് ഒക്കെ എടുത്തിട്ടായിരിക്കും ഫൈനലി ക്ലിപ്പ് പോലും കാണത്തില്ലായിരുന്നു. 10 സെക്കൻഡ് കാണത്തുള്ളൂ. അത് നമ്മൾ കഷ്ടപ്പെട്ട് ഇരുന്ന് മടുത്ത് ഒറ്റടിക്ക് നമ്മൾ സൂപ്പർമാൻ ഒന്നും അല്ലല്ലോ, ചെയ്ത് മടുക്കും നമ്മളിത്. ഞാൻ ചിലതൊക്കെ മടുത്തു, ഞാൻ കരയാറൊക്കെ ഉണ്ട്. കിട്ടാതെ വരുമ്പോഴത്തേക്ക് ഇവര് ഫ്രസ്ട്രേറ്റഡ് ആവും. അപ്പൊ എങ്ങനെയാ ഫ്രസ്ട്രേഷൻ ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത്? അവർ തന്നെ ഓവർകം ചെയ്യും. അവർക്കറിയാം അത് ചെയ്യണം. ഇവർക്ക് പിന്നെ ആ ഒരു ഇതുണ്ട് കേട്ടോ. ഒരു കാര്യം ചെയ്തിട്ട് പിന്നെ അത് കിട്ടുന്നിടം വരെ ചെയ്യും. മടുത്താലും പിന്നെ എഴുന്നേറ്റിട്ട് ഇതെന്തായാലും ഇന്ന് കിട്ടിയിട്ടേ പോവുള്ളൂ എന്നുള്ളൊരു വാശി. റെസീലിയന്റ് കിഡ്സ് ആണ്.
അപ്പൊ ഒരു കാര്യം ഉദ്ദേശിച്ച് അത് ചെയ്തിട്ട് മാത്രമേ അപ്പൊ എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തിൽ നമുക്ക് വേണ്ടുന്ന ഒരു കാര്യം വി ഷുഡ് നോട്ട് ഗിവ് അപ്പ് അല്ലെ. നമുക്ക് കാര്യം വിചാരിച്ച ട്രൈ ചെയ്ത് നമ്മൾ അത് എത്തുന്നവരെ ട്രൈ ചെയ്യണം. ഇപ്പൊ ഞങ്ങളൊരു ചലഞ്ച് വെച്ചിട്ടുണ്ട്, ഈ വെക്കേഷനിൽ ഫോൺ തൊടത്തില്ലെന്ന്. അതെല്ലാ പേരൻസിനും കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ചലഞ്ചാണ്. എന്ന് വെച്ചാൽ ഞാൻ ചുമ്മാ പറഞ്ഞില്ല, ഒരു അടിപൊളി ഒരു ഗിഫ്റ്റ് കൊടുക്കും. ഞങ്ങൾ പറയുന്ന ഗിഫ്റ്റ് അതാ പറഞ്ഞേക്കുന്നത്. തൊടാൻ പോകുന്നില്ല. ഇങ്ങനെ നമ്മൾ എന്തെങ്കിലുമൊക്കെ അവരുടെ കൂടെ നമ്മൾ നിന്നാൽ മതി. ഇപ്പൊ വെക്കേഷൻ ആണ്, കൂടുതൽ അവർ ഫോണിലേക്ക് പോകാനുള്ളൊരു അവസരമാണ്. നമ്മളും ചിലപ്പോൾ തിരക്കൊക്കെ ആവും. പക്ഷെ അതിൽ ഒരു ചലഞ്ച് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് പിന്നെ നമ്മൾ പേരൻസ് വരെ പറ്റിക്കുകയും ചെയ്യരുത്. ഇവർ കൊടുക്കാന്ന് പറഞ്ഞാൽ എന്താണ് സാധനം കൊടുക്കുകയും കൂടെ ചെയ്യണം. അപ്പോഴേ അവർ അല്ല, അപ്പൊ അവർ നമ്മൾ പറഞ്ഞ കാര്യം നമ്മൾ പാലിക്കുകയാണെങ്കിൽ അവർക്കും ആ ഒരു ശീലം വരും. അതും ഒരു എന്താ അവർക്ക് കൊണ്ടുവരേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മളും ജെന്യുവൻ ആയിട്ട് നിൽക്കുക. അങ്ങനെ കൊടുത്തില്ലേ റെഡ് കാർഡ് കിട്ടും അമ്മമാർക്ക്. ഓ ആണോ? ഇതുവരെ അമ്മ എല്ലാ പ്രോമിസും ഫോളോ ചെയ്തിട്ടുണ്ടോ? പറയുന്നതല്ല ചെയ്യാം. അങ്ങനെ ഒത്തിരി പ്രോമിസ് ഒന്നും ഞാൻ കൊടുക്കാറില്ല. അപ്പൊ ഇതിൽ ഏറ്റവും ഫേവറേറ്റ് വീഡിയോ ഏതായിരുന്നു? ഏറ്റവും ടൈം എടുത്തത് ഏതാ? ടൈം എടുത്തതെന്ന് പറഞ്ഞാൽ ഒരു 3000-4000 വീഡിയോ എടുത്തിട്ടുണ്ട്. അതിൽ ഏതാന്ന് പറഞ്ഞാൽ എടുക്കാൻ എല്ലാം ഇവരുടെ എന്ന് വെച്ചാൽ ഒറ്റയടിക്ക് പോയിട്ട് നമുക്കിപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യമേ അല്ല. ചില ഇവന്റെ ആക്ടിവിറ്റി ഫ്ലിപ്പ് ചെയ്യുന്നതൊക്കെ എന്ന് വെച്ചാൽ അവന് 1 വർഷം പ്രാക്ടീസ് ചെയ്തു. 1 വർഷം പ്രാക്ടീസ് ആയിട്ട് ഒരു ഫ്ലിപ്പ് എടുത്ത് അപ്പൊ നമുക്കൊരു സന്തോഷം വരും. അത് നല്ലൊരു രസമാണ്. അപ്പൊ അതിന് സ്പെഷ്യലൈസ് ട്രെയിനിങ് അങ്ങനെ എന്തെങ്കിലും? ഇല്ല, ഹസ്ബൻഡ് ആണ് മെയിൻ ആയിട്ട് ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ നിന്നിട്ട് യൂട്യൂബിൽ നോക്കി അതിന്റെ ടിപ്സ് പഠിച്ച് ഇങ്ങനെ നോക്കി ചെയ്ത് പഠിക്കും. ഇന്നത്തെ കാലത്ത് എല്ലാ അമ്മമാർക്കും മിസ് എടുക്കുന്നത് പഠിക്കാനുണ്ട്. വി ഷുഡ് ലൈക്ക് നമ്മളെ കുട്ടികളെ കൂടെ ഇങ്ങനെ കീപ്പ് എൻകറേജ് ചെയ്ത് അവരുടെ സ്കിൽസ് ഐഡന്റിഫൈ ചെയ്ത് നമ്മൾ അവരെ അതിലോട്ട് എത്തിക്കണം. അവർക്ക് എനിക്ക് തോന്നുന്നു ഒരു 20% കുട്ടികൾക്ക് ചിലപ്പോൾ ഒരു ഐഡിയ കാണും, എനിക്ക് ഇന്നതാവണം അല്ലെങ്കിൽ ഇന്നതാണ് എനിക്ക് ഇഷ്ടമുള്ളതെന്ന്. ബാക്കിയുള്ള 80% കുട്ടികൾക്കും നമ്മൾ എന്ത് പറഞ്ഞാലും അവർ ചെയ്യും. പക്ഷെ അവർ കൂടെ നിന്ന് ചെയ്യിപ്പിക്കണം. അതാണ് അവർക്ക് ഈ ഒരു ഏജിൽ പറ്റാത്തതായിട്ട് ചിലപ്പോൾ ഒന്നും കാണത്തില്ല. ഫ്ലെക്സിബിൾ ആയിരിക്കും. ഇവൻ കുഞ്ഞായിരുന്നപ്പോ ഒരു പേടിയില്ലായിരുന്നു. ഇവിടെ നിർത്തിയാളെ പറയാനും ചാടും. ബുദ്ധിയില്ല. അല്ല, ആക്ച്വലി നമ്മൾ ആലോചിക്കുമ്പോൾ അത് ശരിയാ. ബിക്കോസ് കുട്ടികൾക്ക് അതിന്റെ കോൺസിക്വൻസ് അറിയാത്തതുകൊണ്ട് അവർക്ക് പേടിയില്ല. നമ്മൾ ആസ് മദേഴ്സ്, നമ്മൾ പേരൻസ് ആണ് പേടിച്ച് അവരിലോട്ട് ആ ഒരു ഫിയർ കൊണ്ടുവരുന്നത്. അതെ. ഇപ്പൊ ഒരു കുഞ്ഞ് വീഴുമ്പോൾ ഓട്ടോമാറ്റിക്കലി എല്ലാ അമ്മമാരും ഓടിപ്പോയിട്ട് അത് അവരുടെ മനസ്സിലേക്ക് അയ്യോ ഞാൻ വീണാല് ഇങ്ങനെ ആവണം, ആരെങ്കിലും എന്നെ ടേക്ക് കെയർ ചെയ്യണം. ഉമ്മി അങ്ങനെ തന്നെയായിരുന്നു. വാപ്പി പക്ഷെ അങ്ങനല്ല. വാപ്പി ഇങ്ങനെ സ്പോർട്സിലൊക്കെ ഉള്ളത്. ഉമ്മിയെടുത്ത് അങ്ങനെ പറഞ്ഞ് ഞങ്ങളിപ്പോ വീണ ഓന്ന് പറഞ്ഞു ഉമ്മിക്ക് അറിയാം ഞങ്ങൾ എഴുന്നേറ്റ് വരുമെന്ന്. വന്നില്ലെങ്കിൽ വരും. അപ്പൊ നമുക്ക് മനസ്സിലാവില്ല ഒരു ഇതായത്. അവരുടെ ഒരു തോത് നമുക്ക് മനസ്സിലാവും. അവർ തന്നെ ചിലപ്പം എന്തെങ്കിലും പറ്റിയ എഴുന്നേറ്റെങ്കിൽ പോരും. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റുമ്പോൾ അവർ അയ്യോ എന്ന് പറയുവാണെങ്കിൽ ഇത്രയും ചെറിയ സാധനത്തിനാണോ എന്നിങ്ങനെ പറയും. അത് ഞങ്ങൾ അങ്ങനെ കരയത്തില്ല. വലിയ എന്താ നല്ല മുറിഞ്ഞാലൊന്നും അത്ര കരയത്തില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ ഉളുക്കി അങ്ങനെയൊക്കെ പറഞ്ഞ കരഞ്ഞാൽ ഇവർക്ക് മനസ്സിലാവും. അങ്ങനെ കരയാറില്ല. പക്ഷേ എനിക്ക് വേണിച്ച കരയും. വേറെ ആരും ഉണ്ടെങ്കിലും ഞാൻ കരയത്തില്ല. വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പിടിച്ചു നോക്കും. ആരും ഇല്ലേ ഞാൻ കരയും. അവരുടെ സേഫ് സോണിലേ അവര് ഇമോഷൻസ് പുറത്ത് കാണിക്കാറുള്ളൂ. അവരുടെ സേഫസ്റ്റ് സോണിലാണ് ഏറ്റവും വികൃതികൾ. പൊതുവെ ഞാൻ പറയുന്നേക്കുന്നതായിരുന്നു, പൊതുവെ അമ്മമാരുടെ അടുക്കാണ് കുട്ടികൾ ഏറ്റവും വികൃതി കാണിക്കാന്ന് പറയാം. ബിക്കോസ് അവർക്കറിയാം അതാണ് അവരുടെ സേഫ് സോൺ. എന്ത് വികൃതി കാണിച്ചാലും അതിനൊരു ഇതുണ്ടെന്ന് അറിയാം. നല്ല അടി കൊടുക്കും. കഴിഞ്ഞ ദിവസം എനിക്ക് മനസ്സിലായ ഉമ്മയെടുത്ത് കളിച്ചിട്ട് കാര്യമില്ലാന്ന്. കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചോണ്ടിരുന്നപ്പോ ഞാൻ പോയി കളിക്കും. കഴിഞ്ഞ ദിവസം പരീക്ഷ ആയിരുന്നല്ലോ, പരീക്ഷ കഴിഞ്ഞതേ ഉള്ളൂ. എനിക്ക് നല്ലൊരു അടി കിട്ടി കഴിഞ്ഞിട്ട്. പഠിപ്പിക്കുമ്പോ ഞാനല്ല എല്ലാ പേരൻസും അങ്ങനെ തന്നെയാണ്. അവരെ എല്ലാരെയും പോലെ തന്നെയാണ്. നമ്മളിങ്ങനെ ചിരിച്ചുകൊണ്ട് മാത്രം കുഞ്ഞുങ്ങളെ നേരിട്ടിട്ട് കാര്യമൊന്നുമില്ല. അവർ തെറ്റ് ചെയ്യുവാണെങ്കിൽ ഞാൻ നല്ല അടി കൊടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ കൊടുത്തു തന്നെ അവർക്കത് മനസ്സിലാവണ്ടേ അവർ ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ളതും കൂടെ മനസ്സിലാവണം. അതുപോലെ പിന്നെ ചില സബ്ജക്ട്സ് എനിക്ക് തോന്നുന്നു ഓരോരുത്തർക്കും ഓരോ സബ്ജക്ട് ഉണ്ട്. നമ്മുടെ ഫൗണ്ടർ പറയും there is no boring subject, there is only a boring way to teach the subject. അപ്പോൾ പലപ്പോഴും ചിലത് നമ്മള് മീൻസ് കറക്റ്റായി പഠിപ്പിക്കുന്നതൊക്കെ ഇവരുടെ കുട്ടികളുടെ ടീച്ചേഴ്സ് നല്ലപോലെ ടീച്ചേഴ്സിനെ ഇഷ്ടപ്പെട്ടാൽ ഇവർ നന്നായിട്ട് പഠിക്കും. ആ ഒരു കാര്യവും അവരോട് എങ്ങനെ ടീച്ചേഴ്സ് നിൽക്കുന്നു എന്നുള്ളതും ആ ഒരു വലിയൊരു കാര്യമാണ് കേട്ടോ. എന്റെ മലയാളം ടീച്ചർ ഭയങ്കര
എനിക്ക് അറിയാത്തൊക്കെ പറഞ്ഞു തരും. ഫേവറേറ്റ് സബ്ജക്ട് മലയാളം. അതുകൊണ്ടാണ് ചില നമ്മൾ പറയും നമ്മുടെ ഫേവറേറ്റ് സബ്ജക്ട് പലപ്പോഴും നമ്മുടെ ഫേവറേറ്റ് ടീച്ചർ പഠിപ്പിക്കുന്ന സബ്ജക്റ്റ് ആയിരിക്കും. അതെ. അപ്പൊ ആ ഒരു പേഴ്സണാലിറ്റി ആണ്, ആ ഒരു ടീച്ചർ അവർ കുട്ടികളുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ ആണ് അവിടെ. എന്താന്ന് വെച്ചാൽ മിസ് പഠിപ്പിക്കാൻ നേരത്തെ മിസ് പഠിപ്പിക്കും, എന്നിട്ട് പരീക്ഷ ആകുമ്പോൾ നമ്മൾ പഠിക്കും. മിസ് പ്രശ്നമില്ല, നമ്മൾ എങ്ങനെ ചെയ്താലും മിസ് നമ്മൾ സീറ്റ് മാറാ ചോദിച്ചാൽ ഓക്കെ മാറി എന്നോളാം. ഫ്രീഡം കൊടുക്കും. ഇവരെല്ലാം ഫ്രീഡത്തിന്റെ ആൾക്കാരാണെന്ന് തോന്നുന്നുണ്ട്. ഇന്നത്തെ പുതിയ ജനറേഷൻ ഫുൾ ഫ്രീഡത്തിന്റെ ആൾക്കാരാണ്. അതുപോലെ മോനിപ്പോ റീസെന്റ് സർക്കിട്ട് എന്ന് പറഞ്ഞ മൂവിയിലല്ലേ ആക്ട് ചെയ്തത്. അപ്പൊ അതില് ADHD സ്പെക്ട്രത്തിലൊരു കുട്ടിയുടെ റോൾ അല്ലേ പ്ലേ ചെയ്തത്. അപ്പൊ അന്നേരം നിങ്ങൾ എന്തെങ്കിലും അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ അങ്ങനെ കുറച്ചുകൂടി അറിഞ്ഞോ അതിനെ പറ്റി? ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് നമ്മൾ അതിനെ കുറിച്ച് കുറെ നോക്കിയായിരുന്നു. ഇപ്പോഴത്തെ എല്ലാ സാധനവും നമ്മൾ ഗൂഗിൾ അല്ല വേറെ ഒന്നും ഇല്ലല്ലോ, അല്ല ChatGPT. അപ്പൊ നോക്കിയപ്പോ ADHD ഫസ്റ്റ് പറഞ്ഞപ്പോൾ എനിക്കും അറിയത്തില്ല, മറ്റേ പണ്ട് ഫാസ്റ്റിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു ഇത് മാത്രമേ അറിയത്തുള്ളൂ. അങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ നോക്കിയത്. നോക്കി കഴിഞ്ഞപ്പം അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ സൂപ്പർ മം എന്ന് പറയുന്നത് ഞങ്ങളൊന്നും അല്ല. ഈ എന്തെങ്കിലും ഡിസേബിലിറ്റിയോ അങ്ങനെ എന്തെങ്കിലും എക്സ്ട്രാ ഇങ്ങനെയുള്ള കുട്ടികളെ ടേക്ക് കെയർ ചെയ്യുന്ന അമ്മമാരാണ് ഏറ്റവും നല്ല അമ്മമാരെന്ന് പറയും. കാരണം അവർക്ക് ആ ഒരു കെയർ കൊടുത്തില്ലെങ്കിൽ പെട്ടെന്ന് അവർക്ക് ഇപ്പം നോർമൽ ഒരു കുട്ടികളെ പോലെ ആയിരിക്കത്തില്ല. അവരെ ഹാൻഡിൽ ചെയ്യുന്ന അമ്മമാരാണ് ശരിക്കും ഏഞ്ചൽസ്. അത് ഞാൻ എപ്പോഴും അങ്ങനെയുള്ളവരെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര പ്രൗഡ് തോന്നാറുണ്ട്. നമ്മൾക്ക് ആ ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ലാത്തതുകൊണ്ട് അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളത് അറിയത്തില്ല, പക്ഷെ അവർ സ്ട്രഗിൾ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. നമ്മൾ പറയുന്ന കേൾക്കാം, അത് ഹാൻഡിൽ ചെയ്യാൻ കഴിവുള്ള അമ്മമാർക്ക് ദൈവം അങ്ങനെ കൊടുക്കുള്ളൂ. അവർക്ക് ആ ഒരു സ്കില്ല് ഡെഫിനറ്റ്ലി ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഇത് കണ്ടതിന് ശേഷം ചില പേരൻസ് ഒക്കെ അപ്രോച്ച് ചെയ്ത് വന്നിട്ട് ഭയങ്കര ഇമോഷണലി അവരെ ഇവന്റെ മൂവി കണ്ടിട്ട് കുറെ അമ്മമാരൊക്കെ വന്നിട്ട് നമ്മളോട് ഇങ്ങനെ ആ ഒരു സ്നേഹം പറയുമ്പം അവർ കരഞ്ഞുകൊണ്ടായിരിക്കും ചില പറയുന്നത്. കാരണം അവർ അനുഭവിക്കുന്ന കാര്യമാണ്. നമുക്ക് പുറത്തു നിൽക്കുന്ന കാണുന്നവർക്ക് അത് എത്രമാത്രം അക്സെപ്റ്റ് ചെയ്യുക മനസ്സിലാവും എന്നൊന്നും നമുക്കറിയാൻ പറ്റത്തില്ല. പക്ഷെ അവരുടെ വർത്തമാനത്തിൽ അവരുടെ ആ ഒരു സ്നേഹത്തിൽ നമുക്ക് മനസ്സിലാവും. ഏതൊക്കെയോ ഡോക്ടറൊക്കെ വന്ന് പറഞ്ഞ് കരഞ്ഞിട്ടൊക്കെ ഉണ്ട്. പക്ഷെ എനിക്കൊന്നൊരു നല്ല കാര്യം എന്ന് വെച്ചാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് കുറച്ചുകൂടി അവയർനെസ് ഉണ്ട്. അതായത് ഒരു റൈറ്റ് ട്രെയിനിങ്ങും റൈറ്റ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷനും കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് ഇപ്പൊ പലപ്പോഴും നമ്മൾ കാണുന്നത് ഇപ്പൊ ADHD ഉള്ള കുട്ടികൾക്കൊക്കെ ഒരുപാട് നല്ല സ്കിൽ സെറ്റ് ഉണ്ടാവും. മറ്റു കുട്ടികളെക്കാളും ചില കാര്യങ്ങൾ അവർക്ക് മേ ബി ഒരു ഇന്റലക്ച്വൽ എബിലിറ്റിയും ചില കാര്യങ്ങളൊക്കെ കൂടുതലും അത് നമ്മൾ അറിഞ്ഞ് അതിലോട്ട് കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ തന്നെ അല്ല, അവരെ പൊതുവെ പറയുന്നത് ഡിഫറെന്റ്ലി ഏബിൾഡ് എന്നല്ലേ. അത് അവർക്ക് അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ അല്ലാത്ത കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് തന്നെ നമുക്ക് സംശയം തോന്നിപ്പോ. അതെ അതെ അതെ. അതുപോലെ പല സ്പെക്ട്രത്തിലെ ഇതിലും അത് ഇന്നത്തെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റവും അതിനായിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളും വരുന്നുണ്ട്. പണ്ടത്തെ പോലെയല്ല, പണ്ടത്തെ നമ്മളെ മറ്റേ സ്ഫടികത്തിലെ ചാക്കും അത് റിലേറ്റഡ് അല്ല. എന്നാലും ഇപ്പൊ കുറച്ചുകൂടി നമ്മൾ എന്താണോ കുട്ടികൾക്ക് വേണ്ടത് അത് മനസ്സിലാക്കി പേരൻസിന് കുറച്ചുകൂടി അവയർനെസ് ഉണ്ട്. അങ്ങനെയുള്ള ഒത്തിരി അങ്ങനെയുള്ളവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി ഫൗണ്ടേഷൻസ് ഉള്ളത് തന്നെ വലിയ കാര്യമാണ്. പണ്ട് അതിൻ്റെ അത്ര ഇല്ലല്ലോ. അപ്പോൾ അവർക്ക് കുറേ അധികം ആക്സസബിലിറ്റി കിട്ടുന്നുണ്ട്. അതും അവർക്ക് നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്യും. അങ്ങനെയുള്ള സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് അവരെ കൊണ്ടുപോകുന്ന പേരൻസ് ആണ്. അത് അവർക്കാണ് ഏറ്റവും ഹാറ്റ്സ് ഓഫ് നമ്മൾ കൊടുക്കേണ്ടത്. പേരൻസ് ആണ്. അപ്പോൾ ഈ സ്കൂളിൽ ഏറ്റവും ചാലഞ്ചിങ് ആയിട്ട് എന്താ സംഭവം? ചാലഞ്ചിങ് ആയിട്ട് മാത്സ്. എനിക്ക് മാത്സ് അല്ല, ഹിന്ദി. അയ്യോ, എനിക്ക് ഹിന്ദി പക്ഷെ അത്ര പ്രശ്നമില്ല. അവന് അക്ഷരമൊന്നും അറിയാത്തോണ്ട്. എന്റെ മോന് ഹിന്ദി എടുക്കണം. എനിക്ക് റൈറ്റ് ഫൗണ്ടേഷൻ വേണം അല്ലേ കുട്ടികൾക്ക്. കൊറോണ ബേബീസ് ഫൗണ്ടേഷൻ പോയി. ഞങ്ങളുടെ പണ്ടത്തെ സ്കൂളിലൊരു ഹിന്ദി മിസ് ഉണ്ടായിരുന്നു. ആ മിസ്സിനെ സ്കൂൾ മൊത്തം പേടിയാ. അതുകൊണ്ട് ഹിന്ദിയെ ഞാൻ പറഞ്ഞ ആ ഒരു കണക്ഷനാണ്. ഹിന്ദി എനിക്ക് അത്ര പാടില്ല, മാത്സ് അല്ലേ. പേടിയില്ലാതെ പഠിക്കണം അല്ലെ, പേടിയില്ലാതെ കോൺസെപ്റ്റ്സ് പ്രോപ്പർലി മനസ്സിലാക്കി പഠിക്കണം. അങ്ങനത്തെ സബ്ജക്ട്സ് ആണ് ഇഷ്ടം. ഹിന്ദി മിസ് അങ്ങനെ. അപ്പൊ ഒരു കാര്യം പറഞ്ഞിട്ട് എന്റെ ഹിന്ദി പറഞ്ഞിട്ട് എന്റെ ഇംഗ്ലീഷ് പറഞ്ഞത് അപ്പൊ നമുക്ക് ഇച്ചിരി മനസ്സിലായിട്ട് പഠിക്കാൻ പറ്റും. അങ്ങനത്തെ മിസ്മാരെ എനിക്കിഷ്ടം. ഫ്രണ്ട്ലി ആയിട്ട് ഇങ്ങനെ പഠിക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പൊ ഇപ്പൊ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ 4th 7th. എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇവരെ ഇനി മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ എന്റെ ഗതിക്കുന്ന കാര്യമേ അല്ല. എന്തായാലും പ്ലാൻസ്? അപ്പൊ ഇനിയിപ്പോൾ എന്തായാലും ഒരു ഓൺലൈൻ, നമ്മുടെ ഇവിടെ ചുറ്റുവട്ടത്ത് ട്യൂഷൻ ഒന്നും കിട്ടാനില്ല. അപ്പം ഇനി ഓൺലൈൻ ഇഷ്ടം പോലെ പ്ലാറ്റ്ഫോമുകളുണ്ട്. പക്ഷെ ചില നമുക്ക് മനസ്സിന് പിടിക്കുന്ന കുറേ ഇതുണ്ടല്ലോ. അപ്പം അതിലവർ എഡ്യൂക്കേഷൻ മാത്രമല്ല
അവരെ 1-to-1 ട്യൂഷൻ കൊടുക്കുന്നതോടൊപ്പം തന്നെ അവർക്ക് നല്ല അക്കാഡമിക്കും അല്ലാതെ അവരെ ഹെൽപ്പ് ചെയ്യുന്ന രീതി, മെൻറ്റർ ചെയ്യുന്ന എന്നെ പോലെ തന്നെ. ഇപ്പോൾ എനിക്ക് ചിലപ്പോൾ അവരുടെ കൂടത്തിൽ ഇരുന്ന ഒത്തിരി നേരം ഇനി പഠിപ്പിക്കുന്നത് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ലായിരിക്കും, ചിലപ്പോൾ എനിക്കറിയത്തുമില്ലായിരിക്കും. പ്രായമായല്ലോ. അവരെ മനസ്സിലാക്കി അവരുടെ കൂടെ ആ ഒരു രീതിയിൽ നിന്നിട്ട് പഠിത്തത്തിൻ്റെ കൂടെ തന്നെ അവർക്കൊരു മെൻറ്ററിങ്ങും കൂടെ കിട്ടുവാണെങ്കിൽ അത് അവർക്ക് ഭയങ്കരമായിട്ട് ഉപകാരപ്പെടുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു ഓൺലൈൻ ട്യൂഷൻ ആകുമ്പോൾ നിങ്ങൾ എന്താണ് അതിന് എക്സ്പെക്ട് ചെയ്യുന്നത്? എങ്ങനെയായിരിക്കും കുട്ടികൾക്ക് ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുണ്ടാവുക? അത് ശരിക്കും കൂടുതൽ കൺസേൺ കിട്ടും. ഓൺലൈൻ ആകുമ്പോൾ 1-to-1 ട്യൂഷൻ കിട്ടും. ഇവർ സ്കൂളിലായിരിക്കുമ്പോൾ ചിലപ്പം ഇവർക്ക് കുറേ ക്ലാസ് മിക്സ് ആവാറുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ എന്താണ് പഠിപ്പിക്കുന്നതെന്ന് ഓർത്ത് അവർക്ക് സ്റ്റക്കാവും. അവിടുന്ന് ഒരു ട്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ട്യൂഷനിൽ നിന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അവർക്ക് ആ ഒരു സ്റ്റക്നെസ് വരരുത്. കാരണം അവർക്ക് കറക്റ്റായിട്ട് പഠിക്കാൻ പറ്റണം. പഠിത്തത്തിനോടൊപ്പം തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം പഠിത്തത്തിനോടൊപ്പം തന്നെ അവർക്ക് ഒരു കൂട്ടുകാരായിട്ട് നിൽക്കുകയാണെങ്കിൽ, ഞാൻ തന്നെ മുമ്പ് പറഞ്ഞില്ലേ, ആ ഒരു ഫ്രണ്ട്ലി ഇത് വരുവാണെങ്കിൽ തന്നെ അവർക്കത് ഭയങ്കര എൻജോയബിൾ ആയിരിക്കും. പിന്നെ അതിൻ്റെ കൂടെ മൊറലും അവരുടെ ബാക്കി കാര്യങ്ങളും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീച്ചർ ആകുമ്പോൾ ഇരിക്കും. അല്ലെങ്കിൽ ഇവരെ ഈ സ്ക്രീനിന് മുമ്പിൽ പിടിച്ചിരുത്തുക എന്നുള്ളത്, കാരണം കൊറോണ ടൈമിൽ ഓൺലൈൻ ക്ലാസ് വന്നപ്പോൾ ഇവന്മാരൊന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല, ഇറങ്ങിപ്പോവും. അങ്ങനെയുള്ളൊരു അവസ്ഥ വരരുതല്ലോ. ഇഷ്ടപ്പെട്ട് അവരെ കൂടെ നിൽക്കുന്ന ഒരു ടീച്ചറും ആ ഒരു ബാക്കി കാര്യങ്ങളും അവർക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ അങ്ങനെയുള്ളൊരു ട്യൂഷനാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അതുപോലെ ഇപ്പം ജസ്റ്റ് ഈ ഒരു കാര്യം മാത്രമല്ല, നമ്മൾ ഈ കുട്ടികൾക്ക് വാല്യൂസ്, മോറൽസ്, അങ്ങനത്തെ എന്താണ് ഈ ഒരു കാലഘട്ടത്തിൽ ഈ പണ്ടത്തെക്കാളും ഒക്കെ ഭയങ്കര ഡിഫറെന്റ്. പണ്ടത്തെ കാലം എന്ന് വെച്ചാൽ പണ്ടിപ്പോൾ നമ്മളൊരു കൂട്ടുകുടുംബത്തിലാവുമ്പോൾ പറഞ്ഞു കൊടുക്കാനും കൂടെ ഗ്രാൻഡ് പേരൻസ് ഉണ്ടാവും, മറ്റാൾക്കാരുണ്ടാവും. ഇതിപ്പോൾ പലപ്പോഴും ന്യൂക്ലിയർ ഫാമിലീസിലോട്ട് മാറുന്ന സമയത്ത് ഈ ഒരു പ്രോപ്പർ അഡ്വൈസ് കൊടുക്കാനും കറക്റ്റായ സമയത്ത് ഒരു റെസീലിയൻസ്, ഒരു സ്ട്രെങ്ത് കൊടുക്കാനും ഒക്കെ നമുക്കൊരു ഈ ഒരു വാല്യൂസ് ഒക്കെ ഇൻകൾക്കേറ്റ് ചെയ്യേണ്ടതായിട്ട് ആവശ്യമുണ്ട്. ഉറപ്പായിട്ടും. കാരണം ഈ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ദേഷ്യമുള്ള കാര്യമാണ് അവരെ ഉപദേശിക്കുന്നത്. അപ്പോൾ അത് പറയുന്ന നമുക്ക് തന്നെ ഒരു മടുപ്പ് തോന്നും. എങ്കിലും അത് ഉപദേശം കൊടുക്കാൻ ചിലപ്പം നമ്മൾ തന്നെ റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് അവർക്ക് അതൊരു ദേഷ്യമായിട്ടും ഒക്കെ മാറുന്നത്. അപ്പം വേറെ രീതിയിൽ അവരെ സ്നേഹത്തോടെ നിന്ന് അവരുടെ കൂടെ നിന്നിട്ട് ഉപദേശിക്കും, വേറെ ആളും കൂടെ ഉപദേശിക്കും. നേരത്തെയാണ് ഈ ന്യൂക്ലിയർ ഫാമിലിയിലോട്ട് വന്നതിൻ്റെ പ്രശ്നങ്ങൾ അതൊക്കെ. എൻ്റെ കൂട്ടുകുടുംബമാണെങ്കിൽ കുറേ ആൾക്കാരൊക്കെ കാണും, അവരൊക്കെ ഇങ്ങനെ പറയുന്നത് അവരുടെ മനസ്സിലോട്ട് കയറും. ഇതിപ്പോൾ നമ്മൾ പറയുമ്പോൾ അവർക്ക് എല്ലാം ഉപദേശമായിട്ട് തോന്നും. അപ്പം അല്ലാതെ അവരുടെ കൂടെ നിന്നിട്ട് ഒരാൾ സപ്പോർട്ടിങ്ങിനുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ അവർക്ക് കണക്റ്റ് ആവുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പേരൻസ് എത്ര പറഞ്ഞാലും അത്രേ ഉള്ളൂ, അവർക്കറിയാം. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഇപ്പം നമ്മള് പേരൻസ് പറയുന്നതിനേക്കാൾ ഒരു ടീച്ചർ ഒരു സംഭവം പറഞ്ഞു കഴിഞ്ഞാല് വേഗം പിക്ക് ചെയ്യും, അല്ലേ? ശരിയല്ലേ? മാം ക്ലാസ്സിൽ ഒരു കാര്യം പറഞ്ഞ ഉമ്മ പറയുന്നതിനേക്കാൾ നിങ്ങൾ വേഗം അത് ചെയ്യില്ലേ? അതിന് വാല്യൂ കൊടുക്കും. അതാണ് ബിക്കോസ് ആ ഒരു പ്ലേസ് എന്ന് വരുന്ന സമയത്ത് റിസെപ്റ്റീവ് ടു ദാറ്റ് കൈൻഡ് ഓഫ് തോട്ട്സ് ആൻഡ് യു നോ ആ ഒരു ഇത് അത് ആ ടീച്ചറും കുട്ടിയും തമ്മിലുള്ള ഒരു ബോണ്ടായിട്ടോ. അത് നമുക്ക് ഇപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാ ടീച്ചർമാരും കുറച്ച് ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് നിൽക്കാറുള്ളത്. അതിൻ്റെതായ ഒരു വ്യത്യാസം കുട്ടികൾക്കുണ്ട്. അത് കുറേ ക്ലാസ് മിസ് ആവാറുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ വർഷത്തിലൊരു കുറച്ച് വട്ടം അങ്ങനെ അതുകൊണ്ടായിരിക്കും ഇപ്പോൾ ഓൺലൈൻ ട്യൂഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആ മിസ് ചെയ്ത പോർഷൻസ് ഒക്കെ കവർ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ടൈം ആൻഡ് കൺവീനിയൻസിനനുസരിച്ച് ചെയ്യാമല്ലോ. അങ്ങനെ അപ്പോൾ ഏറ്റവും റീസെന്റ് ആയി ചെയ്ത സ്കൂളിലെ ഫേവറേറ്റ് ആക്ടിവിറ്റി എന്താ? ഏതെങ്കിലും ഒരു സബ്ജക്റ്റിലെയോ ഏതെങ്കിലും ഒരു മൊത്തത്തില് ഒരു? ഞങ്ങളുടെ സ്കൂളിൽ കുറെ ആക്ടിവിറ്റി ഉണ്ട്. ഇങ്ങനെ നമുക്ക് പ്രൊജക്റ്റ് തരും. ഈ വട്ടത്തെ പ്രൊജക്റ്റ് എന്ന് വെച്ചാൽ നമ്മളെ എന്തൊക്കെയായിരുന്നു, ഓരോ ടോപ്പിക് എന്നിട്ട് അവരുടെ സ്പീക്കിംഗ് ഇത് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എൻഹാൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മളെ ഒരു 1.5 മിനിറ്റോ 2 മിനിറ്റോ വീഡിയോ എടുത്ത് അതാ പ്രൊജക്റ്റ് സ്പീച്ച് മറ്റേ പേപ്പർ എഴുതി കൊടുക്കുന്നതൊക്കെ പോയി. അപ്പം ഇത് വീഡിയോ എടുത്ത് അവർക്ക് അയച്ചു കൊടുത്ത് നല്ലതായിട്ട് ഇംഗ്ലീഷ് ഒക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് ഓരോ ടൈമിലും അവർക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള രീതിയിലുള്ള പ്രോജക്ട്സാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള പ്രോജക്റ്റ് പിക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതിൽ ഓരോ ഇതുണ്ട്, ടോപ്പിക് അതന്നെ നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് ടോപ്പിക് എടുത്ത് നമ്മൾ എഴുതി ഫ്ലിപ്ഡ് ക്ലാസ് റൂം എന്ന് പറയാം ഈ കോൺസെപ്റ്റിന്. ഫ്ലിപ്ഡ് ക്ലാസ് റൂം അതായത് ടീച്ചർ പഠിപ്പിക്കുന്നതിന് പകരം നിങ്ങളുടെ ടോപ്പിക്സ് റിസർച്ച് ചെയ്ത് അത് പ്രസന്റ് ചെയ്യുക, അല്ലേ? എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ശരിക്കും എങ്ങനെ പഠിക്കണം എന്നാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത്, മോർ ദാൻ ജസ്റ്റ് ദ നോളജ് ഫാക്ടർ, അല്ലേ? ബിക്കോസ് കൂടുതൽ ഇപ്പൊ നമുക്ക് എങ്ങനെ റിസർച്ച് ചെയ്യണം, ഇപ്പൊ ആയിക്കോട്ടെ, എങ്ങനെ ഇപ്പൊ നമുക്ക് ഇപ്പൊ അടുത്തൊരു റീൽ കണ്ടിട്ടുണ്ടാവുമല്ലോ, അടുത്ത് ചോദിക്കുന്നു, അതായത് നമ്മുടെ പിന്നെ
എനിക്കൊരു കാർ വാഷ് ചെയ്യാനുണ്ട്. കണ്ടില്ല കണ്ടിട്ടുണ്ടായിരുന്നോ? കണ്ടില്ല. ഓക്കെ ഓക്കെ. അപ്പൊ അവര് ഏയുടെ അടുത്ത് ചോദിക്കും, അതായത് എനിക്ക് എന്റെ കാറ് വാഷ് ചെയ്യാനുണ്ട്, എന്റെ വീട്ടിൽ നിന്ന് ഒരു 50 meters ആണ് ഈ കാർ വാഷ് ചെയ്തത്, അപ്പൊ ഞാൻ നടന്നു പോണോ ഞാൻ എങ്ങനെ പോണെന്ന്. അപ്പൊ അവര് പറയും നടന്നു പോണെന്ന്. നടന്നു പോയ കാർ എങ്ങനെ അവിടെ എത്തും? അപ്പൊ അതാണ്. അപ്പൊ നമുക്ക് എ എന്ന് പറയുമ്പോ നമ്മൾ എന് കറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കണം അല്ലെ, അല്ലെങ്കിൽ അത് നമുക്ക് കംപ്ലീറ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആൻസേഴ്സാ പറയാ. അപ്പൊ നമ്മളത് യൂസ് ചെയ്യാനും നമ്മളത് എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ള രീതിയാണ്. നമ്മുടെ ഓരോ ആപ്ലിക്കേഷനാണ്, ഇപ്പൊ മൊബൈൽ സോഷ്യൽ മീഡിയ ആണെങ്കിൽ എല്ലാ സാധനങ്ങളും നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രോപ്പർ ആയിരിക്കണം. അല്ലെങ്കിൽ ഈ അവന്റെ ടോപ്പിക് അത് തന്നെയായിരുന്നു ഈ പ്രാവശ്യത്തെ പ്രോജക്റ്റിന്റെ. ഒരു സ്റ്റുഡൻസ് ലൈഫിൽ എങ്ങനെയാണ് ടെക്നോളജി ഇൻ സ്റ്റുഡൻസ് ലൈഫ് ടുഡേ. വാട്ട് ഈസ് യുവർ ടേക്ക് ഓൺ ഇറ്റ്? എന്താണ് മോന്റെ ഇത്? അത് ടെക്നോളജി എന്താ മോൻ അതിൽ പറഞ്ഞത്? ടെക്നോളജിക്ക് 2 സൈഡുണ്ട്. ഒരു സൈഡ് എന്ന് വെച്ചാൽ നല്ലത്, നമ്മളെ ടെക്നോളജി നല്ല മിസ്സുമാരെ വിളിക്കാൻ, പിന്നെ മിസ്സുമാരെ സംശയം ചോദിക്കാം, ഇങ്ങനത്തെ ക്ലാസ്സുകൾ. രണ്ടാമത്തെ സൈഡ് ഡിസ്ട്രാക്ഷൻ. അങ്ങനെ ഡിസ്ട്രാക്ഷൻ വന്നാൽ പിന്നെ നമ്മൾ പഠിക്കത്തില്ല, അവിടെ പോയപ്പോൾ. അങ്ങനത്തെയാണ് ഞാൻ പറഞ്ഞത്. അതിനുള്ള സൊല്യൂഷൻ ഗെയിമിഫൈഡ് ലേണിംഗ് അല്ലേ? പഠിത്തം ഒരു രസമായിട്ട് ഗെയിം പോലെ ആയി കഴിയുമ്പോൾ പിന്നെ നല്ലപോലെ പഠിച്ചത് നമ്മൾ അതിന് വേണ്ടി ഫോക്കസ് ചെയ്യും നമ്മൾ പിന്നെയും. അങ്ങനെ ഇപ്പം നമ്മൾ പഠിക്കുന്നത് ഇൻട്രസ്റ്റിംഗ് ആക്കിയാൽ മതി. പഠനത്തെ ഇൻട്രസ്റ്റിംഗ് ആക്കിയാല് നമുക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവര് പഠിച്ചോണ്ടിരിക്കുമ്പോഴാണെങ്കിൽ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കുറച്ചൊന്ന് കളിക്കും. അപ്പൊ അവര് ആ ഒരു മൈൻഡ് മാറും. ഇവൻ അല്ലാതെ തന്നെ എഴുന്നേറ്റ് പോകും, അതിനെ പിടിച്ചിരുത്തണം. കുഴപ്പമില്ല. ഇവർക്ക് എപ്പോഴും ഏറ്റവും കൂടുതൽ ആവശ്യങ്ങൾ വരുന്നത് പഠിക്കുന്ന സമയത്താണ്. വിശപ്പ്, ദാഹം, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. എന്റെ എക്സ്പീരിയൻസ് പറയാം. ഞാൻ എന്റെ മോനെ പഠിപ്പിക്കാൻ ഇരുത്തി കഴിഞ്ഞാല് ഞാൻ എന്തെങ്കിലും ഒരു വെള്ളം എടുക്കാനോ എന്തെങ്കിലും ഒരു കാര്യം എടുക്കാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ആളെ കാണില്ല. അതന്നെ അവസ്ഥ. അവനിപ്പോ എഴുതാൻ കൊടുക്കരുത്. അതായത് വലുതായി അവനിപ്പോ തന്നെ കാണാതെ പഠിക്കാനുള്ള ഇതൊക്കെയാണ്. കോൺസെപ്റ്റ് അറിഞ്ഞാൽ മതി, എഴുതണ്ടെന്നാണ് അല്ലേ? ഇപ്പൊ എനിക്ക് വായിച്ചു പഠിക്കാറായല്ലോ. വലുതായി ഞാൻ വലുതായി എന്നോട് പറഞ്ഞു. എങ്ങനെ പഠിച്ചാൽ എന്താ കാര്യം മനസ്സിലായ പോലെ അല്ലേ? കറക്റ്റ് അല്ലേ? ഞാനിപ്പോ ഒന്നും പഠിക്കത്തില്ല, ഞാൻ ചുമ്മാ വായിച്ചങ്ങ് കൊടുത്തോളൂ. പക്ഷെ എനിക്ക് ഭയങ്കര എനിക്ക് ഒത്തിരി ഡിഫിക്കൽറ്റി അവന്റെ കാര്യത്തിൽ വരാറില്ല. എന്റെ ഒരു കൂട്ടുകാരിയുടെ വീട്ടിൽ ഞാൻ പഠിക്കാൻ പോയി. അവൾ ഇത് ഇരുന്ന് ഒരു 50 വട്ടം വായിച്ചിട്ട് അവളുടെ മനസ്സിൽ കയറുന്നു. ഞാൻ 1 വട്ടം വായിച്ചിട്ട് പിന്നെ പോകും. എന്തുകൊണ്ട്? അത് തിങ്കിങ് ഡിഫറെന്റ് ആയതുകൊണ്ടായിരിക്കും. എനിക്ക് അറിയത്തില്ല എന്തോ, ഞാൻ പെട്ടെന്ന് എല്ലാം ക്യാച്ച് ചെയ്യും. എനിക്ക് തോന്നുന്നു മോന് കറക്റ്റായി പഠിക്കേണ്ട രീതി അറിയാമായിരിക്കും അല്ലേ? ഞാൻ നോർമലി അങ്ങനെ എല്ലായിടത്തും പോയി പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. നോർമൽ കാര്യങ്ങൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് ക്യാച്ച് ചെയ്തിട്ട് പെട്ടെന്ന് ഒബ്സർവ് ചെയ്യും. അത് നല്ലൊരു ഗുണമാണെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഒന്നും കണ്ണി കാണാത്ത കാര്യങ്ങൾ ഇവർ രണ്ടുപേരും പെട്ടെന്ന്, ഇപ്പോൾ കുറച്ച് ദിവസം കാണാതിരുന്ന ഒരാളെ കണ്ടെങ്കിൽ ഇവർക്ക് പെട്ടെന്ന് വന്ന മാറ്റം ഇവർ നോട്ട് ചെയ്യാറുണ്ട്. ഒബ്സർവേഷൻ കുട്ടികൾക്ക് നല്ല ഒരു കാര്യം. താടി ഷേവ് ചെയ്തതും മുടി വെട്ടിയതും. ആക്ച്വലി എനിക്ക് തോന്നുന്നു ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഒബ്സർവേഷൻ സ്കിൽസ് നമുക്ക് ജനറലി കുറേ. നമ്മൾ പറയില്ലേ, വി ഹാവ് ദ അറ്റൻഷൻ സ്പാൻ ഓഫ് എ ഗോൾഡ് ഫിഷ് എന്ന് പറയും. അതായത് നമ്മൾ കോൺസ്റ്റന്റ്ലി റീൽസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഷോർട്ട് മൈൻഡഡ് ആയിപ്പോ. അപ്പോ എപ്പോഴും ഗെയിം ഒക്കെ കളിച്ചോണ്ടിരുന്ന നമ്മൾ ചിന്തയുള്ള മനസ്സിലാക്കും. അപ്പൊ ബുക്ക് വായിച്ചിട്ട് അങ്ങനെ ഈ പറയുന്ന ആള് എത്ര ബുക്ക് വായിക്കും? ബുക്ക് ലേറ്റസ്റ്റ് വായിച്ച ബുക്ക് ഏതാ? ലേറ്റസ്റ്റ് വായിച്ച ബുക്ക് ഡയറി ഓഫ് വിംബി കിഡ് അല്ലേ? ഭയങ്കര ഫേമസ് അല്ലേ? ഞാനും ഇക്കച്ച് വായിക്കുന്ന കേട്ട അങ്ങനെ. എനിക്ക് ഒറ്റയ്ക്ക് കുറെ വായിക്കാൻ അറിയത്തില്ല, അവനങ്ങനെ ഇഷ്ടവുമല്ല, ഇരിക്കത്തില്ല. ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ വായിച്ച് കൊടുക്കും. അത് ഒബ്സർവേഷൻ നല്ലതാണ്, കുട്ടികൾക്ക് മാത്രമല്ല നമുക്കും. അതെ അതെ. എല്ലാവരും ഇപ്പം എന്താ ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ നോക്കത്തുള്ളൂ. അതിന്റെ ഒരു ഒബ്സർവ് ചെയ്ത് അതിന് വേണ്ടത് എന്താണെന്നുള്ളത് നമ്മളും ചെയ്യാറില്ല. ChatGPT അല്ലെങ്കിൽ ഫോൺ എടുത്ത് വെച്ചിട്ട് ഗൂഗിൾ ചെയ്യും, അതാണല്ലോ നമ്മളും ചെയ്യുന്നത്. അതിനൊരു മാറ്റമൊക്കെ വരുന്നത് നല്ലതാണ്. അതെ, ഇച്ചിരി കൂടെ നല്ല. ഇപ്പൊ ഞാൻ റീസെന്റ് ഒരു ആർട്ടിക്കിൾ വായിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ കുറച്ചുകൂടി ഒറിജിനൽ തോട്ട്സ് കുറയുന്നു. ദാറ്റ് ഈസ് ബിക്കോസ് കോൺസ്റ്റന്റ്ലി, ഫോർ എക്സാമ്പിൾ നമ്മളൊരു മൂവി കണ്ട് നമ്മൾ അതിന്റെ റിവ്യൂ പോയി നോക്കി അതിൽ ഏറ്റവും എനിക്ക് കൂടുതൽ അലൈൻഡ് ആയി തോന്നിയ എന്താണ്, ഞാൻ പെട്ടെന്ന് എന്റെ തോട്ട് അതുമായിട്ട് ഇതാക്കി. പക്ഷെ നമ്മൾ ഒറ്റയ്ക്കിരുന്ന്
അതിനെപ്പറ്റി അധികം ആലോചിക്കുന്നില്ല അല്ലേ? അതെ അതെ. കുറച്ചുകൂടി ഇപ്പം നമ്മളത് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലേ? കുറച്ചുകൂടി നമ്മളെല്ലാം ഷോർട്ട് മൈൻഡഡ് ആയിപ്പോയി, ഷോർട്സ് പോലെ തന്നെ. അതാണ് പ്രശ്നം. നമുക്ക് ചിന്തിക്കാനും വയ്യ, എല്ലാം എളുപ്പത്തിൽ കിട്ടണം, ആ ഒരു മൈൻഡിലാണ് നമ്മൾ എല്ലാവരും, കുട്ടികളെന്ന് മാത്രമല്ല എല്ലാവരും. അപ്പം അത് ഈ കഴിഞ്ഞ ദിവസം ഒരു പിഷാരടി പറഞ്ഞ പോലെ ഒരു സിനിമ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു സിനിമ കാണുമ്പോൾ അതിൽ ഒറ്റ ആനിമേഷൻ അല്ലേ, പക്ഷെ ഒരു ബുക്ക് വായിക്കുമ്പോൾ 10,000 പേർക്ക് 10,000 ക്രിയേറ്റിവിറ്റി അല്ലേ? അവരെന്താണ് പ്രസന്റ് ചെയ്യുന്നത് നമ്മൾ അതാണ് കാണിക്കുന്നത്. നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഒരു എക്സ്പാൻഡ് ചെയ്യുന്നത് സിനിമ കണ്ടാൽ നമുക്ക് അത് മാത്രമേ കിട്ടുള്ളൂ, നമ്മൾ അതിനപ്പുറത്തോട്ട് ചിന്തിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. പക്ഷെ ഒരു വീഡിയോ കാണുവാണെങ്കിൽ നമ്മൾ പല വീഡിയോ കാണും. ഒരാൾ ഇപ്പൊ വലിയ വീഡിയോ, ഒരാൾ കുടിലായിരിക്കും കാണുന്നത്. ഇമാജിനേഷൻ അത് നല്ല ഒരു കാര്യമാണ്. അപ്പൊ ആ ഒരു അങ്ങനെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങളിങ്ങനെ ചർച്ച ചെയ്യാറുണ്ട്, അങ്ങനെ വേണം. ഞങ്ങൾ ഈ കാറയിലായോണ്ട് എല്ലാ സമയവും ഇങ്ങനെ കാറിൽ പോകുമ്പോ എല്ലാം ഇങ്ങനെ സംസാരിക്കും. ഇങ്ങനെ സംസാരിക്കൊണ്ടിരിക്കുമ്പോ ഓരോ കാര്യം അതാ പറഞ്ഞത്, നമ്മളെപ്പോഴും അവർക്ക് ആക്സസബിൾ ആയിരിക്കണം, അവരോട് സംസാരിക്കണം. അതിനുള്ള സമയം നമ്മൾ എത്ര തിരക്കാന്ന് പറഞ്ഞാലും പിടിക്കുന്നതാണ് നമുക്ക് നല്ലത്. അവർക്കല്ല, അവരുമായിട്ടൊരു ബോണ്ട് നമുക്ക് ഉറപ്പായിട്ടും വേണം. അതുപോലെ ഇപ്പം എങ്ങനെയാണ് ഈ മൂവിയിലോട്ട് എത്തിപ്പെട്ടത്? ഈ ഒരു സർക്കിട്ട് എന്ന് പറഞ്ഞാൽ ലൈക്ക് ഈ ഒരു ഫിലിം ഫീൽഡിലോട്ട് മക്കൾ എങ്ങനെയാണ്? അതെല്ലാം ആക്സിഡന്റലി വന്നതാ. ഞങ്ങളൊരു റിയാലിറ്റി ഷോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ, അല്ല എന്റെ അമ്മ സൂപ്പറാ. അപ്പൊ ഞാൻ ബ്രാൻഡഡ് ആയിട്ട് എന്റെ അമ്മ സൂപ്പറാ. അപ്പൊ അങ്ങനെ അതേ വന്നു കഴിഞ്ഞപ്പോഴാണ് ആ ഒരു ചിന്ത വന്നത് സിനിമയിലോട്ട്. പിന്നെ ഓഡീഷൻസ് ഒക്കെ വന്നു. സർക്കിറ്റിന് തന്നെ 5 ഓഡീഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഒരു ലക്കി ഫാക്ടർ. ഇൻട്രസ്റ്റിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും അല്ലേ? ഓഡീഷൻ എന്ന് പറഞ്ഞാൽ നമ്മള് പോവും, കിട്ടിയില്ലെങ്കിൽ ചട്ടിയെന്ന് പറയുന്നത്. അത് സിനിമ ഫീൽഡ് നമ്മൾ ചൂസ് ചെയ്തെന്ന് വെച്ചാൽ നമ്മളെ ചൂസ് ചെയ്താന്ന് പറയാം. അങ്ങനെ നമ്മൾ അതിലോട്ട് ഇൻട്രസ്റ്റഡേ അല്ലായിരുന്നു. പക്ഷെ അത് വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമല്ലേ? ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോ ഒക്കെ നോക്കിയാൽ ഞങ്ങൾക്ക് അറിയത്തില്ല, ചുമ്മാ വന്ന് നിൽക്കുന്നു, അറിയത്തില്ല, ഞങ്ങളൊന്നും അറിയാതെ ചെയ്യുന്നത്. ഇപ്പൊ പിന്നെ നല്ല ക്യാമറ എന്ന് പറഞ്ഞാൽ നമ്മള് സ്വന്തം ഒരു നമ്മള് വീഡിയോ എടുക്കുമല്ലോ, അപ്പൊ ക്യാമറ വീഡിയോ എടുക്കുന്നുണ്ടല്ലോ, അപ്പൊ പിന്നെ ക്യാമറ സ്വന്തം ഫാമിലിയുടെ പോലെ ഒരു സാധനമായി. ആ ഒരു പേടിയില്ലാതിരുന്നാ മതി. എങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെ ഇവരെ സപ്പോർട്ട് ചെയ്തത്? ഈ ഒരു സിനിമയുടെ കാര്യത്തിലോ എല്ലാത്തിനും ഞങ്ങള് കൂടെ തന്നെ നിൽക്കും. ഞങ്ങള് ഈ സർക്കിട്ട് ഷൂട്ടിന് ദുബൈയിൽ 4 പേര് വരാൻ ഞങ്ങളെപ്പോഴും അങ്ങനെ ആ ഒരു കോംബോ ആയിട്ട് നിൽക്കാൻ ശ്രമിക്കാറുണ്ട്. ഇങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ വിളിക്കുമ്പം അവരോട് നമ്മൾ പറയും, ഞങ്ങൾ ഒരാളായിട്ട് വരത്തില്ല, 2 പേരായിട്ട് വരത്തില്ല, ഞങ്ങൾ ഫാമിലി ആയിട്ട് വരുവുള്ളൂ എന്നുള്ളത് പറയും. കാരണം ഇവര് കുട്ടികളായതുകൊണ്ട് അവർക്ക് ഇപ്പം ഇവന് എന്നോട് ആ ഒരു ഫ്രീഡം ഉണ്ടെങ്കിൽ കുറച്ചു നേരം കഴിയുമ്പോൾ എന്നോട് ദേഷ്യം വരും. അപ്പം വാപ്പിയെടുത്തായിരിക്കും. അപ്പം ആ ഒരു 2 പേരും അവരുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു സപ്പോർട്ട് കിട്ടും എന്ന് പറയാനും. ചിലപ്പോൾ എന്നോട് ദേഷ്യമുള്ളപ്പം അവിടെ പോയി ആ ഒരു സപ്പോർട്ട് കിട്ടും. അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ കൂടെ നിൽക്കാൻ ശ്രമിക്കാറുണ്ട്. അത് അവർക്ക് നല്ല ഗുണം ചെയ്യാറുണ്ട് കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ആക്ട് ചെയ്യാനുള്ള കാര്യമാണെങ്കിലും നമുക്കറിയുന്ന രീതിയിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കും, പറഞ്ഞൊക്കെ കൊടുക്കും. പിന്നെ സർക്കിട്ട് അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അവൻ ഫ്രെയിമിന്റെ ഫ്രണ്ടിൽ പോകുമ്പോഴാണ് തമിഴ്ക്ക ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്, ഇന്നതാണ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ചെയ്തോണ്ട് പിന്നെ ചിലത് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന വെബ് സീരീസ് ഒക്കെ എന്ന് വെച്ചാൽ നമുക്ക് സ്ക്രിപ്റ്റ് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് കുറച്ചൊന്ന് പറഞ്ഞു കൊടുക്കാനൊക്കെ പറ്റും. ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് സാധനം, അത് വായിച്ചിട്ട് എനിക്ക് പറഞ്ഞു കൊടുത്തേ പറ്റൂ, മനസ്സിലാവത്തില്ല. ഡയലോഗ് മാത്രമല്ല, വേറെ ക്യാരക്ടറാ ചെയ്യുന്നത്. അങ്ങനെയല്ല, വേറൊരു സാധനം റിവീൽ ചെയ്യണ്ട അല്ലേ? നമ്മളെല്ലാരും കണ്ടിട്ട് തന്നെ. അത് അങ്ങനത്തെ 2 എണ്ണം വരാനുണ്ട്. പിന്നെ വേറൊരു സിനിമയും അതിന്റെ പേര് കേട്ടിട്ട് അതും വേറൊരു ക്യാരക്ടറാ. ഡിഫറെന്റ് ക്യാരക്ടർ ചെയ്യാൻ ഈ തുടക്കത്തിൽ തന്നെ പല പല വേഷങ്ങൾ ചെയ്യാൻ കിട്ടുന്നത് തന്നെ ഒരു വലിയൊരു ഭാഗ്യമാണ്. സിനിമ ഭാഗ്യം. സിനിമ കിട്ടിയ ഞാൻ പറഞ്ഞല്ലേ, കിട്ടി. ഭയങ്കര പാടി സിനിമ കിട്ടിയ. എല്ലാവരും അറിഞ്ഞ് കുറെ പേര് വന്നില്ല, ഒരാളെ സെലക്ട് ആവുന്നത്. അപ്പൊ അങ്ങനെ കിട്ടണം, അങ്ങനെ ആക്ടീവല്ലേ കിട്ടും. അപ്പോൾ പിന്നെ ജനറലി നിങ്ങൾ ഒരുപാട് ഫീൽഡ്സിൽ ഇങ്ങനെ ആക്റ്റീവ് ആയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് എ ക്വസ്റ്റ്യൻ, ലൈക്ക് വാട്ട് ഡസ് സക്സസ് ലുക്ക് ലൈക്ക് ടു യു? എന്താണ്, ഹൗ ഡു യു ഡിഫൈൻ സക്സസ് ഫോർ യുവർ കിഡ്സ്? എന്നെ സംബന്ധിച്ചിടത്തോളം സക്സസ് എന്ന് പറയുന്നത് ലൈഫ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റണം.
അതായത് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇവരങ്ങ് കൺജസ്റ്റഡ് ആയി പോവാതെ അവർക്ക് പറ്റുന്ന കാര്യങ്ങളെല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഇപ്പം പഠിത്തത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഞാൻ ഒരിക്കലും എല്ലാ പേരൻസിനും പോലെ ഇവരൊരു ഡോക്ടർ ആവണമെന്നോ അല്ലെങ്കിൽ എഞ്ചിനീയർ ആവണമെന്നോ ഞാൻ ഒരിക്കലും കമ്പൽ ചെയ്യത്തില്ല. അല്ലെങ്കിൽ 50 മാർക്ക് വാങ്ങിക്കണമെന്നോ ഞാൻ പറയാറില്ല. അവർക്ക് പഠിക്കരുതെന്നല്ല പറയുന്നത്, മാക്സിമം അവരെ ട്രൈ ചെയ്യുക. അവർ ഒരിക്കലും ട്രൈ ചെയ്യാതെ അത് പോകരുത്. ട്രൈ ചെയ്തിട്ട് അവരെ കൊണ്ടാവുന്നതിലെത്തി ലൈഫിൽ ഇങ്ങനെ ചുരുങ്ങി പോവാതെ എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റണം. ബ്യൂട്ടിഫുൾ ഡെഫിനിഷൻ. I think one of the best definitions I've heard. അതായത് മൊത്തത്തിൽ എന്താണ് ലൈഫ് എന്താണെന്ന് അറിയുക അല്ലെ, എന്നിട്ട് അവരുടേതായ സ്കില്ല് കണ്ടുപിടിച്ച് അതിലോട്ട് എത്തുക. I think you are on the right path also. You are already doing amazing things അല്ലേ. അതൊക്കെ ഒരു ഭാഗ്യം. അപ്പൊ ഇന്നത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഹൗ കെൻ ഇറ്റ് ബി ബെറ്റർ? എങ്ങനെയാണ് ഈ ഒരു സക്സസിലോട്ട് എത്താനുള്ള എന്തൊക്കെയാണ് what should happen? ഞാൻ ഒരു കാര്യം പറയാം. ഇന്ന് ഞാൻ ഒരു തീരുമാനം എടുത്തൊരു സാധനമാണ്. ഇന്ന് സ്കൂളിൽ പോയാൽ നാളെ സ്കൂളിൽ പോകണ്ട, നാളെ സ്കൂളിൽ പോയാൽ ഇന്ന് സ്കൂളിൽ പോകണ്ട. അവൻ ഒന്നിടെ വിട്ട് സ്കൂളിൽ പോയാൽ മതി. അതാണ് സ്കൂളിൽ അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സ്കൂളിൽ പോകുമ്പോൾ എൻ്റെ കൂടെ ഒരു മിസ്സിനെ വിട്ടാൽ മതി. അപ്പോൾ കൂടെ മിസ്സിൻ്റെ കൂടെ കഴിക്കുന്നു, മിസ്സിൻ്റെ കൂടെ പഠിക്കുന്നു, പഠിത്തമൊക്കെ വേണ്ട. അപ്പോൾ ആക്ച്വലി നമ്മൾ ഒരു കോട്ട് ഉണ്ട്, അതായത് ചിൽഡ്രൻ വാക്ക് ടു സ്കൂൾ ആൻഡ് റൺ ബാക്ക് ഹോം. അതായത് കുട്ടികൾക്ക് പഠിത്തത്തിനോട് വലിയ താല്പര്യമില്ല, അതായത് സ്കൂളിൽ പോകാൻ മടിയാണ്, തിരിച്ച് വീട്ടിൽ വരാനാണ് ഇത്. അപ്പൊ നമ്മൾ ഐഫറിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം വെച്ചാൽ വി വാണ്ട് ചിൽഡ്രൻ ടു റൺ ടു സ്കൂൾ. അതായത് സ്കൂൾ ഷുഡ് ബി സോ ഇൻട്രസ്റ്റിംഗ്. അങ്ങനെ ഒരു സ്കൂളാണ് എല്ലാ പേരൻസും ആഗ്രഹിക്കുന്നത്. കാരണം നമുക്ക് ബാധ്യതയില്ലാതിരിക്കാമല്ലോ. കാരണം ഇവരെ സ്കൂളിലോട്ട് അത്രയും സന്തോഷമായിട്ട് പോയാൽ അവർ ഉറപ്പായിട്ടും പഠിക്കും. അവിടുന്ന് അവർക്ക് കിട്ടേണ്ട സാധനങ്ങൾ കിട്ടിയാൽ പിന്നെ പേരൻസ് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു സ്ട്രെയിൻ ചെയ്യേണ്ട കാര്യമേ ഇല്ല. അപ്പം അങ്ങനെ ഒരു സ്കൂളാണ് എൻ്റെ മനസ്സിൽ. കാരണം പഠിത്തത്തോടൊപ്പം തന്നെ എല്ലാത്തിലും അവരെ എൻകറേജ് ചെയ്യുന്ന, അവരെ സപ്പോർട്ട് ചെയ്യുന്ന, അവരെല്ലാത്തിനും കൂടെ നിൽക്കുന്ന ഒരു ടൈപ്പ് സ്കൂൾ വരാം. അത് ചിലപ്പോൾ നമ്മളൊക്കെ തന്നെ മുൻകൈ എടുക്കണമെന്ന് വിചാരിക്കാറുണ്ട്. അങ്ങനെയുള്ള സ്കൂളുകൾ വരട്ടെ എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. നമ്മളും ഐഫറിൽ നമ്മളും ട്രൈ ചെയ്യുന്നതാണ്. നമ്മൾ ഹാപ്പി സ്കൂൾ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് തന്നെ അതാണ്. ദാറ്റ് ഇസ് എഡ്യൂക്കേഷൻ്റെ കൂടെ തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഓരോ കുട്ടിക്ക് അനുസരിച്ചുള്ള എഡ്യൂക്കേഷൻ, ഓരോ കുട്ടിക്ക് ഓരോ ടീച്ചർ, അവർക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ട് അവരുടെ കാര്യങ്ങളും ഇഷ്ടങ്ങളും മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് പഠിപ്പിച്ചു കൊടുക്കുക. അവരുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഐഡന്റിഫൈ ചെയ്ത് സ്ട്രെങ്ത്തിനെ ഫോക്കസ് ചെയ്യും. ഇപ്പോൾ പൊതുവെ നമ്മൾ പറയും ഒരു കുട്ടി മാത്സിൽ വീക്കും ടെന്നീസിൽ നല്ലതുമാണെങ്കിൽ നമ്മൾ മാത്സ് ട്യൂഷൻ കൊടുക്കുന്നതിനേക്കാളും ടെന്നീസിലാണ് കുട്ടിക്ക് കോച്ചിങ് കൊടുക്കേണ്ടത്. അതായത് ഓരോ കുട്ടിക്കും ഓരോ സ്ട്രെങ്ത് ഉണ്ടാവും, അത് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിലോട്ട് കൊണ്ടുവരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അതേ സ്ഥാനത്ത് മാത്സിൽ വളരെ നല്ലതായ ഒരു കുട്ടി വേറൊരു സബ്ജക്റ്റിൽ അത്ര സയൻസിൽ പോരെങ്കിൽ മാത്സിൽ കുറച്ചുകൂടി അതിന്റെ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് കൊടുക്കുക, കുറച്ചുകൂടി ഇതിലോട്ട് പോവാ, ഒളിമ്പിയാഡ്സ് അതിലോട്ട് പോവാ. അങ്ങനെ ഓരോ കുട്ടിക്കും ഓരോ സ്കിൽസിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിന് അവരുടെ കഴിവ് നമ്മൾ കണ്ടെത്തി അവരെ എൻകറേജ് ചെയ്യുക. എന്താണോ അവർക്ക് ഇഷ്ടം അതിലോട്ട് കൂടുതൽ അവരെ സപ്പോർട്ട് ചെയ്താണ് എനിക്കിഷ്ടം കേട്ടോ. കാരണം അവരെ കൊണ്ട് പറ്റാത്തൊരു കാര്യത്തിൽ കൊണ്ടിട്ടിട്ട് നിങ്ങൾ ഇത് ചെയ്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹമായിരുന്നു നീ ഇങ്ങനെ ആവണം എന്നുള്ള രീതിയിൽ പറയുന്നതിനേക്കാളും നല്ലത് എൻ്റെ എന്താണോ ഇഷ്ടം അതിൽ നീ ഫോക്കസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവർക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനും നമ്മളോട് ആ ഒരു ഇൻട്രസ്റ്റ് വരും. എല്ലാ കാര്യങ്ങളും അവർ നന്നായിട്ട് ചെയ്യും. ഇപ്പം ക്രിക്കറ്റ് കളിക്കാൻ ഇഷ്ടമുള്ളൊരു കുഞ്ഞിനെ പിടിച്ചിട്ട് പിന്നെ നീ ഇരുന്ന് പഠിച്ചാൽ മതി എന്ന് പറയുമ്പം അവർക്ക് പഠിത്തവും പോവും ക്രിക്കറ്റും പോവും. അപ്പം ഇത് രണ്ടും കൂടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ രണ്ടും നന്നായിട്ട് ചെയ്യും. It was great talking to you guys. Thank you. Lots of information, lots of a great conversation with you guys. പിന്നെ നിങ്ങൾ ഇത്ര ജോവിലായിട്ട് കുട്ടികളും I was so happy to see them taking part in this conversation അല്ലേ. ഒരുപാട് കാര്യങ്ങൾ അവർക്കും പറയാനുണ്ടായിരുന്നു. ആ ഒരു ഫ്രീഡം കിട്ടി അവർക്ക്. അവർക്കും it was wonderful talking to you. It was great meeting you guys. Thank you. Wishing you all the best in the future. Thank you so much. Thank you. Hi. Thank you.